നമ്മൾ ടെസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റൻ ആണ്. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസ് ഗിവൺ ബിലോ അരിത്തമെറ്റിക് സീക്വൻസ് ഫൈൻഡ് ഓൾസോ ദ കോമൺ ഡിഫറൻസ് ഓഫ് എ പി നാച്ചുറൽ നമ്പർ ലിവിങ് റിമൈൻഡർ ഓൺ ഡിവിസിബിൾ ബൈ 4. നമ്മൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് നമുക്കൊരു സീക്വൻസ് എഴുതണം. അതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ് റിമൈൻഡർ 1ഉം ഡിവിസിബിൾ ബൈ 4. അതായത് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എക്സെട്രയാണ്. ഇതിനകത്ത് നാച്ചുറൽ നമ്പർ ആവുകയും ചെയ്യണം, എണ്ണൽ സംഖ്യകളാവുകയും ചെയ്യണം. എന്താണ് കണ്ടീഷൻ പറഞ്ഞേക്കണേ? ലിവിങ് റിമൈൻഡർ 1. റിമൈൻഡർ ശിഷ്ടം നമുക്ക് 1 കിട്ടണം. എങ്ങനെ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവിസിബിൾ ബൈ 4. അപ്പൊ നമ്മൾ ആദ്യത്തെ റിമൈൻഡർ എത്രയും 1 അല്ലേ? ആ റിമൈൻഡർ തന്നെ എടുക്കാം. നമ്മൾ 1നെ നമ്മൾ ഈ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തു. അപ്പൊ 1നകത്ത് 4 അടങ്ങോ? ഇല്ലല്ലോ. അപ്പൊ ഇവിടെ 0 വരും. 0നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരും. അപ്പൊ റിമൈൻഡർ ഏതാ നോക്കി? കറക്റ്റ് 1 അല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമ്പർ എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നെയാണ്? 1 തന്നെയാണെന്ന് മനസ്സിലായി. അതായത് 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. ഇപ്പൊ ഡിവിസിബിൾ ബൈ 4 എന്ന് പറയുമ്പോൾ അത് കോമൺ ഡിഫറൻസ് അവിടെ ഓൾറെഡി 4 എടുക്കാം. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആയി. അപ്പൊ നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഈസ് 1. ഈ 1നോട് 4 കൂട്ടിയ 5. കാരണം ഫസ്റ്റ് ടേമിനോട് കൂടി കോമൺ ഡിഫറൻസ് കൂട്ടി പോകുന്നതിനാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്പർ ഈസ് 1, F1. ആ 1നോട് നമ്മൾ 4 കൂട്ടി 5 എഴുതി. ഇനി 5നോട് 4 കൂട്ടി 9 വരും. ചുമ്മാ കൂട്ടി പോയത്. 9നോട് 4 കൂട്ടിയ 13 എക്സെട്ര വരും. അപ്പൊ നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് 1, 5, 9, 13 എക്സെട്ര വരും. അപ്പൊ ഇവിടെ നോക്കാം, ഏതൊരു ക്വസ്റ്റിനകത്തും ലിവിങ് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന റിമൈൻഡറിനെ നമ്മൾ 1നെ നമ്മൾ ഒന്ന് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ 2 എന്ന് പറയുകയാണെങ്കിൽ 2 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യണം. റിമൈൻഡർ 3 ആണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ലിവിങ് റിമൈൻഡർ 2 ആണെന്ന് വെച്ചോ. ഡിവിസിബിൾ ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലിവിങ് റിമൈൻഡർ 2 ആണെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ 2നെ ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2നകത്ത് 4 അടങ്ങോ? ഇല്ല. അപ്പൊ 0 ഇൻറ്റു 4 0. അപ്പൊ റിമൈൻഡർ എത്രയെന്ന് നോക്കി? 2 ആയില്ലേന്ന് നോക്കി. അപ്പൊ സീക്വൻസ് ഏതാ മക്കളെ? 2. പിന്നെ അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 2. കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ 4. അപ്പൊ 2നോട് 4 കൂട്ടിക്കഴിഞ്ഞാൽ ഡി 4 അല്ലേ? 4 കൂട്ടിക്കഴിഞ്ഞാൽ 6. 6നോട് 4 കൂട്ടിക്കഴിഞ്ഞാൽ 10 എക്സെട്ര. കറക്റ്റ് അല്ലേ? ഇതൊക്കെ 6നെ 4 കൊണ്ട് ഒഴിക്കുമ്പോൾ റിമൈൻഡർ 2 അല്ലേ? 4ന് 8 റിമൈൻഡർ 2 അല്ലേ? അപ്പൊ എക്സെട്ര വരും. അപ്പൊ ഏതൊരു ക്വസ്റ്റിനകത്താണെങ്കിലും നമ്മൾ റിമൈൻഡർ എന്താണോ പറയുന്നത് അതിനെ നമ്മൾ ആ ഡിവിസിബിൾ ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ആ റിമൈൻഡർ തന്നെ ആയിരിക്കും. അപ്പൊ റിമൈൻഡർ ഇവിടെ 2 വന്നു. കോമൺ ഡിഫറൻസ് എപ്പോഴും ഡിവിസിബിൾ വരുന്ന നമ്പർ ആയിരിക്കും. അപ്പൊ 2, 2, 4, 6, 6, 4, 10 എക്സെട്ര പോകും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു മുമ്പിലത്തെ ക്വസ്റ്റിനകത്ത് 1, 5, 9, 11 എക്സെട്ര. അപ്പോൾ ഇവിടെ എന്താ കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഈസ് ആൻ AP ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ ക്വസ്റ്റിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് x1 കൊടുക്കുക, രണ്ടാമത്തേന് x2 കൊടുത്തു, അടുത്തതിന് x3 കൊടുത്തു, അടുത്തതിന് x4 കൊടുത്തു, എക്സെട്ര ആയി. നമ്മൾ ആദ്യം ആ സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനങ്ങ് പേര് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? S2 മൈനസ് x1. അപ്പോൾ 5 മൈനസ് 1 ആൻസർ 4 വരും. ഈ S2വിൽ നിന്ന് 5ൽ നിന്ന് 1 കുറച്ചാൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 4 വരും. അപ്പോൾ അത് കോമൺ ഡിഫറൻസ് ഡി 4 ആണ്. ഇനി നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി? ഈ 4 കൂട്ടിയാണോ നമ്മളിവിടെ തന്നിരിക്കുന്ന സീക്വൻസുകൾ വന്നേക്കണമെന്ന് നോക്കിയാൽ മതി. അവിടെ നോക്കിയാൽ 1നോട് 4 കൂട്ടി 5, 5നോട് 4 കൂട്ടി 9, 9നോട് 4 കൂട്ടി 11 എക്സെട്ര. പക്ഷെ നമ്മൾ ഒരു നമ്പറോടെ ഒന്നങ്ങ് ചെയ്തിട്ട് വെക്കാതെ ഏറ്റവും നല്ലത് x3 മൈനസ് S2 കൂടെ കണ്ടുപിടിക്കാം. S3 എന്ന് പറഞ്ഞാൽ ഏതാ? 9 വരും. 9 മൈനസ് ഈ 5 വരും. അപ്പോഴും നമുക്ക് കിട്ടിയേക്കണം 4 ആണ്. ഈ കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ഇത് ഒരു സീക്വൻസ് ആണ്. ഇറ്റ് ഈസ് ആൻ AP. ഇതെന്ന് പറഞ്ഞാൽ AP ആണ്. കാരണം എന്താണ്? ഇറ്റ് ഈസ് എ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. കോമൺ ഡിഫറൻസ് 4 ആയതുകൊണ്ട് ഇത് എന്താണ്? നമുക്കത് AP-യിലാണെന്ന് പറയാം. അത് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പോടെ എഴുതാം. S3 മൈനസ് S2 ഈക്വൽ ടു S2 മൈനസ് x1 ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ AP. ദർ ഇസ് എ കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു 4. കോമൺ ഡിഫറൻസ് ഉണ്ട് ഒരു സീക്വൻസിനെങ്കിൽ അതെന്തായിരിക്കും? അത് എപ്പോഴും AP-യിലായിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് ആണ് റിമൈൻഡർ 1 or 2.
റിമൈൻഡർ 1ഉം 2ഉം വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് എഴുതാനാണ്. ഡിവിസിബിൾ ബൈ 4 നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ആ ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ആണ് 1, 5, 9 എക്സെട്ര. ഒരു സീക്വൻസ് ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് വൺ പേര് കൊടുത്തു, x1, x2, x3, x4 എക്സെട്ര കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ തന്നേക്കണം കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ ഏതാണ്? s2 മൈനസ് x1. അപ്പോൾ 5 മൈനസ് 1 4. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുക s3 മൈനസ് s2 9 മൈനസ് 5 4. ഇവിടെ എന്തുണ്ട്? ഒരു കോമൺ ഡിഫറൻസ് ടി 4 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സീക്വൻസ് എ പിയിലാണ്. ഇനി ഈ 4 നമ്മൾ 9നോട് 4 കൂട്ടിയാൽ 13 കിട്ടും, 13നോട് 4 കൂട്ടിയാൽ 17 കിട്ടും, എക്സെട്ര. നമുക്കങ്ങനെ എ പി എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ടേംസ് ഈ കോമൺ ഡിഫറൻസ് കൂട്ടി കൂട്ടി എഴുതാൻ പറ്റും. അങ്ങനെ കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് വരുന്നതെല്ലാം അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. നമ്മൾ നെക്സ്റ്റ് നമുക്ക് എന്താണ് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ നമുക്ക് ഏതൊക്കെ വരണം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 or 2 വരണം. 1 or 2 ആയിരിക്കണം. ഡിവിസിബിൾ ബൈ ഏത് നമ്പറാണ്? ഡിവിസിബിൾ ബൈ 4 ആണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 or 2 കിട്ടണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഡിവിസിബിൾ ബൈ 4. നമുക്ക് 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വരും, ഇവിടെ 0 വരും, 1 വരും. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്പർ ഈസ് 1 വരും. ഇനി 4നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെയും 0 വരും, ഇവിടെ 0, റിമൈൻഡർ 2 വരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്പേഴ്സ് ഏതാണ്? ആദ്യത്തെ ഒരു നമ്പർ 1 ആണെന്ന് കിട്ടി, പിന്നെ രണ്ടാമത്തെ നമ്പർ 2 കിട്ടി. ഇനി നിങ്ങൾ നോക്കി അടുത്ത നാച്ചുറൽ നമ്പർ ഏതാണ്? ഡിവിസിബിൾ ബൈ 4 വരുമ്പോൾ 1 വന്നത്. 5 എഴുതാം. 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ 4 + 1 4 + 1 ആണ് 5. അപ്പോൾ റിമൈൻഡർ നമുക്ക് 9 വരും. ഇനി അടുത്ത റിമൈൻഡർ 2 വരണം നോക്കാം. 2 തന്നെ 6 ആണ്. 6ൽ നിന്ന് 4 കുറച്ചാൽ 2. കറക്റ്റ് അല്ലേ? അടുത്ത വരുന്ന നമ്പർ ഏതാണ്? 9 വരും. അപ്പോൾ 4 2 8, റിമൈൻഡർ 1 വരും. അപ്പോൾ അടുത്ത നമ്പർ നോക്കാം. അപ്പോൾ 9 കിട്ടി. ഇനി അതുപോലെ നമ്മൾ എല്ലാ നമ്പറുകളും ഇതുപോലെ എഴുതണം. അടുത്ത് 10ൽ നിന്ന് നമുക്ക് 10ന് നമുക്ക് അടുത്ത റിമൈൻഡർ 2 വരും. 4 2 8, അപ്പോൾ റിമൈൻഡർ 2 വരും. ഇനി അടുത്ത നമ്മൾ അടുത്ത നമ്പർ ഇതുപോലെ നമുക്ക് എത്ര നമ്പറുകൾ വേണമെങ്കിലും എഴുതാൻ പറ്റും. ഇനി അടുത്ത നമ്പർ ഏതായിരിക്കും? 11 പറ്റത്തില്ല. 12 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13 പറ്റും. അടുത്ത നമ്പർ വരുമ്പോൾ ഇത് നമ്മൾ നോക്കിയാൽ മതി. ഇത് കറക്റ്റായിട്ട് എ പിയിലല്ല വരുന്നത്. കാരണം 1നോട് 1 കൂട്ടി 2, 2നോട് വേറെ നമ്പർ കൂട്ടിയാലാണ് 5 കിട്ടണത്, 5നോട് 1 കൂട്ടിയാൽ 6 കിട്ടണം, 6നോട് പിന്നെ അങ്ങനെ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല. നമ്മളോട് ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 or 2 എന്നാണ് പറഞ്ഞത്. ഡിവിസിബിൾ ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 or 2 കിട്ടണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇത്രയും നമ്പർ എഴുതി എക്സെട്ര കൊടുത്തു. പിന്നെ ബാലൻസ് ചെയ്യണമെന്നില്ല, അത്ര എഴുതിയാൽ മതി. ഇനി ഇവിടെ നോക്കുക, ഇത് എ പിയിലാണെന്ന് പരിശോധിക്കണം. ആദ്യത്തേന് നമ്മൾ x1 കൊടുത്തു, ഇതിന് x2 കൊടുത്തു, ഇതിന് x3 കൊടുത്തു, x4 എക്സെട്ര കൊടുത്തു. ഇനി ഇവിടെ നോക്കാം, നമ്മൾ ഡി കോമൺ ഡിഫറൻസ് ഡി എടുത്തു. s2 മൈനസ് x1, അപ്പോൾ 2 മൈനസ് 1, അപ്പോൾ ആൻസർ ഈസ് 1 വരും. ഇനി അടുത്ത രണ്ടാമത്തെ കോമൺ ഡിഫറൻസ് ഡി എടുക്കുമ്പോൾ എന്നാ വരുന്നത്? s3 മൈനസ് s2, അതായത് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് 1 കിട്ടി. പിന്നെ ഇനി അതാണ് അടുത്ത കോമൺ ഡിഫറൻസ്. തൊട്ട് മുമ്പിലുള്ള s3യിൽ നിന്ന് s2 കുറച്ചാലും കോമൺ ഡിഫറൻസ് ഡി ആണ്. അപ്പോൾ s3 എന്ന് പറഞ്ഞാൽ 5 വരും, s2 എന്ന് പറഞ്ഞാൽ 2 വരും, 5 മൈനസ് 2 3 വരും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് കോമൺ ഡിഫറൻസ് d 1ഉം സെക്കൻഡ് d = 3 ആണ്. അപ്പോൾ ഇത് കോമൺ ഡിഫറൻസ് ഉണ്ടോ? ഇവിടെ സെയിം ആണോ? അല്ലല്ലോ. സെയിം നമ്പർ കൂട്ടി കൂട്ടി പോകുന്നതാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഡി എന്ന് പറയുന്നത് ആദ്യത്തെ s2 മൈനസ് x1 നോട്ട് ഈക്വൽ ടു x3 മൈനസ് s2. ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ ഡി നമുക്ക് ഇല്ല, കോമൺ ഡിഫറൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇല്ല. കോമൺ ഡിഫറൻസ്. therefore it is not an AP. അതുകൊണ്ട് ഇതെന്താണ്? നോട്ട് ആൻ എ പി. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല ഈ സീരീസ് എന്ന് പറയാൻ പറ്റും. നമ്മളൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ആ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സീക്വൻസ് ആയിട്ട് എഴുതുക. എന്നിട്ട് നമ്മൾ സെയിം നമ്പർ ആഡ് ചെയ്താണോ അടുത്ത നമ്പേഴ്സുകൾ പോയേക്കണേ നോക്കുക. അങ്ങനെ അല്ലെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ബേസിക്കിനകത്ത് പഠിച്ചേക്കണെയാണ്. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും അത് നമ്മൾ ഇതുപോലെ പേര് കൊടുക്കുക. s2 മൈനസ് x1ഉം s3 മൈനസ് s2ഉം കണ്ടുപിടിക്കുക. എന്നിട്ട് ആ കിട്ടുന്ന നമ്പർ സെയിം ആണെന്ന് ചെക്ക് ചെയ്യുക. സെയിം ആണെങ്കിൽ ഒരു സ്റ്റെപ്പോടെ നോക്കണം, ആ നമ്പർ കൂട്ടിയാണോ അടുത്ത നമ്പറുകൾ എഴുതിയേക്കണമെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അല്ലെങ്കിൽ എന്തായിരിക്കും? അത് എ പിയിലല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളതിന് എന്തില്ല? കോമൺ ഡിഫറൻസ് ഇല്ല എന്ന് പറയാം.